കുട്ടിക്കാലത്ത് ഈ PC ജോർജിനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പ്രസംഗം പല വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് കേസിൽ കുടുക്കിയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹത്തിന് കേസായിരുന്നു. ഇത്തരത്തിൽ വെള്ളാപ്പള്ളിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല. വെള്ളാപ്പള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ ആ വാർത്ത വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? പിണറായി വിജയന് ശേഷം ഇനി ഒരു 100 വർഷത്തേക്ക് ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരു ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ്. ഒരു പാർട്ടിയും ഇനി ഈഴവനെ മുഖ്യമന്ത്രി ആക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അദ്ദേഹം ഒരുപോലെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരാശങ്ക പങ്കുവച്ചു. ഇപ്പം പിണറായി വിജയൻ തീയ സമുദായത്തിൽ പെടുന്നയാളാണ്, അദ്ദേഹം ഈഴവ സമുദായത്തിൻ്റെ കൂടി പ്രതിനിധിയാണ് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് അഭിപ്രായം പറയുകയാണ്. എന്താ? സൂംബ നൃത്തം, കുട്ടികൾക്ക് സൂംബ നൃത്ത പരിശീലനം കൊടുക്കുന്നതിനെ ചിലർ എതിർക്കുന്നു. അവിടെ സർക്കാർ മുട്ടുമടക്കുന്നു അവർക്ക് മുന്നിൽ. സ്കൂൾ സമയം ക്രമീകരിക്കുന്നു, സർക്കാർ പുതിയ സ്കൂൾ സമയം ഏർപ്പെടുത്തുന്നു. അതിനെ എതിർത്തുകൊണ്ട് മതവിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വരുന്നു. അവിടെയും സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് SNDP യോഗത്തിൻ്റെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം മലപ്പുറത്തൊരു പരിപാടിയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ധാരാളം ഈഴവരുണ്ട്, തീയരുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂള് പോലും ഇല്ല. അദ്ദേഹം പറയുന്നത് ന്യായമല്ലേ? അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാനേജ്മെൻറ്റ് ജാതി സംഘടനകൾക്കെല്ലാം സ്കൂളുകളുണ്ട്, അവിടെ എല്ലാം അവർക്ക് കോട്ടയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന ജാതിക്കാരുടെ സ്കൂളോ കോളേജോ ആണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് അവിടെ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാകും, ആ മാനേജ്മെൻറ്റ് കോട്ടയുണ്ടാകും. അത് NSSനും SNDPക്കും ക്രിസ്ത്യൻ സഭകൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ CPM മാനേജ്മെൻ്റ് ആയിരിക്കുന്ന സ്കൂളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തേവലക്കരയിൽ, കൊല്ലത്ത് ചവറയിൽ തേവലക്കരയിൽ ആ കുട്ടി മരിച്ച സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് CPM ആണ്, CPMൻ്റെ ഭരണസമിതിയാണ്. അപ്പോൾ അവിടെ ആ ഭരണസമിതി വളരെ കൃത്യമായിട്ട് അവർക്കൊരു മാനേജ്മെൻറ്റ് കോട്ടയുണ്ടാകും. ഇത്ര സീറ്റുകൾ അവർ പ്രത്യേക ഇതിൽ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെയാണ് ജാതി സംഘടനകളും സമുദായ സംഘടനകളും. അപ്പോൾ മലപ്പുറം ജില്ലയിൽ SNDPക്ക് സ്കൂളുകളൊന്നുമില്ല, SN ട്രസ്റ്റിന് സ്കൂളുകളൊന്നുമില്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അദ്ദേഹം സമുദായത്തിൻ്റെ വേദനയാണ് പങ്കുവയ്ക്കുന്നത്. അതിനകത്ത് ഒരു സാങ്കത്യമുണ്ട്, അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അത് വെറുതെ വർഗീയതയാണെന്ന് ആരോപിച്ച് തള്ളിക്കളയാനുള്ളതല്ല. പക്ഷേ ഇവിടെ ഈ വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് എവിടെയാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത് ആരെയാണോ അത് ലക്ഷ്യം വയ്ക്കുന്നത് ആ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമുക്കറിയാം, PC ജോർജ് എവിടെ എന്ത് പറഞ്ഞാലും ഉടനെ പരാതിയുമായിട്ട് വരുന്നതാരാ? യൂത്ത് ലീഗുകാരാണ്. അതും ഈരാറ്റുപേട്ടയിൽ. PC ജോർജ് കാസർഗോഡ് പോയി പ്രസംഗിച്ചാലും ഈരാറ്റുപേട്ടക്കാരായ യൂത്ത് ലീഗുകാർ അതിനെതിരെ പരാതി കൊടുക്കും, PC ജോർജിനെതിരെ പരാതി കൊടുക്കും. ഉടനെ പോലീസ് കൊമ്പും കുടലും ഒക്കെ എടുത്ത് PC ജോർജിനെ ചെന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. പിന്നെ കോടതിയിൽ പോയി അദ്ദേഹം ജാമ്യം എടുക്കും. ഒരാഴ്ചയെങ്കിലും അദ്ദേഹത്തിനെ ഇരുമ്പഴിക്കുള്ളിൽ ഇടുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അത് സാധിക്കുന്നു. അതുപോലെ സമാനമായിട്ട് വെള്ളാപ്പള്ളിക്കെതിരെയും അത്തരത്തിൽ പരാതിയും കേസെടുക്കലും റിമാൻഡും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരു വശത്ത് സംഘടിത വോട്ട് ബാങ്കും മറുവശത്ത് അസംഘടിത വോട്ട് ബാങ്കുമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെകുത്താനും കടലിനും ഇടയ്ക്ക് ആയി എന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം CPMൻ്റെ പ്രധാന വോട്ട് ബേസ് എന്ന് പറയുന്നത് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളാണ്. എന്നാൽ അവർക്ക് കാര്യമായ പരിഗണന സർക്കാരിലോ പാർട്ടിയിലോ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്.
നോക്കൂ, അദ്ദേഹം നേരത്തെ ഈ സർക്കാർ മന്ത്രിമാരുടെ എണ്ണത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈഴവരാണ് ഏറ്റവും കൂടുതൽ CPM വോട്ട് ചെയ്യുന്നത്, പക്ഷേ അവർക്ക് മന്ത്രിസ്ഥാനം, ഈഴവ മന്ത്രിമാരുടെ എണ്ണം വളരെ കുറവാണ്, അത് ഇന്ന സമുദായങ്ങൾക്ക് കൂടുതലാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട്, എന്നാൽ അപ്പുറത്ത് വളരെ കൃത്യമായൊരു സംഘടിത വോട്ട് ബാങ്ക് കൊണ്ട് കൃത്യമായി വിലപേശി കാര്യങ്ങൾ നേടുന്ന ഒരു ന്യൂനപക്ഷ സംഘടിത ശക്തിയുണ്ട്. ഈ സംഘടിത ശക്തിക്ക് മുന്നിൽ ഭരണാധികാരികൾക്ക്, കേരളത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നവർക്ക് മുട്ടിടിക്കുന്നു, അവർ ഇതിന് കീഴടങ്ങുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആരോപണം. കുറേയൊക്കെ അതിൽ വാസ്തവമുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്ന കണക്കുകൾക്ക് കൃത്യമായ മറുപടി പറയട്ടെ. അല്ലാതെ വെള്ളാപ്പള്ളി മതേതര കേരളത്തിന് അപമാനമാണ്, വെള്ളാപ്പള്ളി മതസ്പർദ്ധയുണ്ടാക്കും വിധം പ്രസംഗിച്ചു എന്നൊക്കെയാണ് CPM കുട്ടി നേതാക്കൾ പോലും, കുട്ടി സഖാക്കൾ പോലും ഇപ്പോൾ നാടുനീളെ പറഞ്ഞു നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? ഈ കണക്കുകൾ സർക്കാരിൻ്റെ കൈവശമല്ലേ ഈ കണക്കുകളും രേഖകളും എല്ലാം ഉള്ളത്? സർക്കാരിന് അതുപയോഗിച്ച് വെള്ളാപ്പള്ളിയെ പ്രതിരോധിച്ചുകൂടെ? അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൂടെ? അതെന്താ സർക്കാർ ആ വഴിക്ക്, സർക്കാരോ പാർട്ടിയോ ഒന്നും ആ വഴിക്ക് പോകുന്നില്ല. പകരം വെള്ളാപ്പള്ളിയെ ചെളിവാരി എറിയാൻ നടക്കുന്നത് എന്തിനാ? വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. വെള്ളാപ്പള്ളി പറഞ്ഞത് കേവലം ഈഴവ സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രശ്നമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം അത് മാറ്റിയിട്ട് നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു സംഘടിത വോട്ട് ബാങ്കിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിക്കേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ, നമുക്കറിയാം മുമ്പും അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത നിരവധി സംഭവങ്ങൾ നമുക്കറിയാം. അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സമുദായ നേതാക്കൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അവർ അവരുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ പറയും. അത് മറ്റ് സമുദായങ്ങൾ അതിനെ സഹിഷ്ണുതയോടെ വേണം കേൾക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു കൂട്ടർ മാത്രം, ഇതൊരു വൺ വേ ട്രാഫിക് അല്ല, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഒരു കൂട്ടർ മാത്രമല്ല ഇവിടെ വോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളും വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. അല്ലേ? കേൾക്കാൻ രസമുള്ളൊരു കാര്യമാണ്. അല്ല, അത്രയെങ്കിലും പറയണ്ടേ രാഷ്ട്രീയ പാർട്ടികൾ? ഞാൻ പറയുന്ന BJP 100% അത് പാലിക്കുന്നുണ്ട് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. രാഷ്ട്രീയ പാർട്ടികളാണ് പ്രകടന പത്രികയിൽ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ അവർ മുന്നോട്ട് വെക്കും. കുറേയൊക്കെ ചെയ്യും, കുറേയൊക്കെ അവർക്കും വീഴ്ചകൾ സംഭവിക്കും. അത് ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെയാണ്. ഇനി അത് കേരളത്തിൽ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാജീവ് ചന്ദ്രശേഖറും കെ സുരേന്ദ്രനും ഒക്കെ ഇതിൽ നിന്ന് അവർക്ക് എന്താ പറയേണ്ട, അവരാരും മോചിതരല്ല. കുറച്ചൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതിന് പകരം വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാനൊക്കെയാണ് ആഹ്വാനം. ഈ CPM-നുള്ളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ആഹ്വാനം നമുക്കറിയാം. മുമ്പും വെള്ളാപ്പള്ളിക്കെതിരെ വളരെ രൂക്ഷമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി 153A മതസ്പർദ്ധ ഉണ്ടാക്കും വിധം പ്രസംഗിച്ചു, വിദ്വേഷ പ്രസംഗം നടത്തി, കേസെടുക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. 2 ഗുളിക കൂടുതൽ കഴിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ രോഗം മാറും എന്നാണ് അവർ പറയുന്നത്. ഇത് 2 ഗുളികയിലൊന്നും നിൽക്കില്ല എന്നുള്ളതാണ് കേരള സമൂഹത്തിന് മനസ്സിലായത്. ഇതിങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂംബ ഡാൻസിന് എന്ത് സംഭവിച്ചു, സ്കൂൾ സമയ മാറ്റത്തിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സ്വകാര്യ സർവകലാശാല വരാൻ പോവുകയാണ്. ഈ സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഏത് സമുദായത്തിനായിരിക്കുമെന്ന് വളരെ വ്യക്തമാണ്. ആരൊക്കെയാണ് അതിന് ഭൂമി വാങ്ങിക്കൂട്ടി വലിയ കെട്ടിടങ്ങളും ഒക്കെ കെട്ടി കാത്തിരിക്കുന്നത്? ബില്ലിൽ ഒപ്പിട്ടാൽ അടുത്ത നിമിഷം സ്വകാര്യ സർവകലാശാല ഇങ്ങോട്ട് വരും, അതിൻ്റെ ഉദ്ഘാടനം നടക്കും. ഇവിടുന്ന് ആൾക്കാരെ, അധ്യാപകരെ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ വിട്ട് പരിശീലിപ്പിക്കുന്ന സമുദായ സംഘടനകൾ വരെ ഉണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ലെന്നാണ് അവരുടെ വിചാരം. ഇത് വെള്ളാപ്പള്ളി നടേശൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ തീർച്ചയായിട്ടും സർക്കാർ കേൾക്കണം.
അത് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ആർക്കും പരാതിയില്ല. അത് വെള്ളാപ്പള്ളി നടേശനെയും മറ്റ് സമുദായങ്ങളെയൊക്കെ അത് ബോധ്യപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. സർക്കാർ എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും സർക്കാരിൽ പങ്കാളിത്തമുണ്ട്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി അവർ കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന സർക്കാരായി മാറരുത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും അതുതന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.